നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. കയ്യിൽ RX-100 അടിമുടി നൊസ്റ്റാൾജിയ വേറെ ലെവല്. നമസ്കാരം. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഇടാം. അതായത് ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചുള്ള വണ്ടിയാണ്. അതായത് ഇങ്ങനെ അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഒരുപാട് കൊതിച്ചുള്ള വണ്ടിയാണ് ഏത് RX-100. അപ്പോൾ ഇന്ന് ഇപ്പോൾ അതും ഒരു യാത്ര ചെയ്യാനുള്ള പരിപാടിയാണ്. നമ്മുടെ അങ്കിളിൻ്റെ വണ്ടിയാണ്. വണ്ടി ഇത് ഏതാ മോഡല്? ജോയങ്ങൾ ഏതാ മോഡല്? 94 മോഡല് RX-100 ഉണ്ടാ. ഇത് ജോയങ്ങളോട് ചോദിച്ചോക്കാം വണ്ടീനെ പറ്റിയിട്ട്. ജോയങ്ങളെ വണ്ടി ഇത് എവിടെ നിർത്ത്? വണ്ടി മലപ്പുറത്തുനിന്നാണ് എടുത്തിട്ടുള്ളത്. എങ്ങനെയുണ്ട്? ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? എനിക്ക് നല്ല ഇഷ്ടമാണ്. കൈ കൊണ്ട് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കിക്കറ്. ഇത് എടുക്കാൻ കാരണം എന്താ? എടുക്കാൻ കാരണം ഞങ്ങൾ മാരേജ് കഴിഞ്ഞ സമയത്ത് ഉണ്ടായിരുന്നൊരു വണ്ടിയാണ്. 30 കൊല്ലം മുമ്പ് അറിയില്ല. എന്തിനുണ്ടാ എടുക്കണം വണ്ടി കണ്ടീഷനാട്ടോ. അതായത് നല്ല പുതുപുത്തൻ ജോയിങ്ങൾ എടുത്തിട്ട് പിന്നെ പണിയേറ്റ് കഴിച്ചാ ഞാൻ കംപ്ലീറ്റ് പെയിന്റ് അടി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയില്ലേ? അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ കൊതിക്കും നമ്മൾ. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ വണ്ടി മേടിക്കാൻ കാരണം നമ്മൾ പറഞ്ഞ പോലെ ആൻറ്റി പറഞ്ഞിട്ടുണ്ടോ? ആൻറ്റിയോടൊന്ന് ചോദിച്ചു നോക്കിയാൽ നമുക്ക് എന്താണ് ഇത് മേടിക്കാൻ പറയാൻ കാരണം. ആൻറ്റിക്ക് ഈ RX-100 പറ്റിയിട്ട് വലിയ പിടുത്തൊന്നുണ്ടെന്ന് എനിക്ക് തോന്നില്ല. നമുക്ക് ചോദിച്ചു നോക്കി നോക്കാം. പിന്നെ എൻ്റെ എന്ത് ഈ വണ്ടി മേടിക്കാൻ പറയാൻ കാരണം? പിന്നെ എനിക്ക് ഈ വണ്ടിനെ പറ്റിയിട്ട് എന്താ എത്ര പ്രത്യേകിച്ച് എനിക്ക് ഒന്നും അറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് മേടിച്ച വണ്ടിയാണ് ജോയങ്ങൾ ഈ വണ്ടി. ശരി. അതായത് നിങ്ങളെ മധുവിധു മേടിച്ചത്. അപ്പൊ ഇതില് കൊറേ യാത്ര ചെയ്തിട്ടുണ്ട് അവസരങ്ങളില്. അപ്പൊ ജോയങ്ങള് ഇങ്ങനെ ഒരു വണ്ടി കൊടുക്കാണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം നോക്കി വന്നാൽ നമുക്ക് മേടിക്കാട്ടാ, നമ്മളെ ആദ്യം വാങ്ങിച്ച വണ്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ഞാനും കൂടി പോയിട്ട് കണ്ടിട്ട് അപ്പൊ ഒരു കൂടുതൽ ഒരു 5000 എത്ര കൂടുതൽ അവര് കൂട്ടി പറഞ്ഞു. അപ്പൊ എന്നാലും വേണ്ടില്ല, ആ വിലയിൽ നമ്മള് മേടിച്ചത് നമുക്കൊരു ഓർമ്മ മേടിച്ചു വെക്കാനായിട്ട് ആ വണ്ടി പോയിട്ട് മേടിച്ചു. അപ്പൊ ജോയിങ്ങൾ വീണ്ടും പറഞ്ഞ 5000 രൂപ കൂടുതലാ പറയണേ. അത് കുഴപ്പമില്ലാന്നേ, ഇത്രയും ഒരു പഴയ വണ്ടിയല്ലേ, നമുക്ക് ഓർമ്മയ്ക്കായിട്ട് എന്തായാലും മേടിക്കാനായിട്ട് അത് മേടിച്ച് അന്ന് കൊടുന്നു. അതിന്റെ മുകളിൽ ജോയേട്ടൻ കൊറേ വർക്കൊക്കെ ചെയ്ത് കൊറേ പൈസ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ഇപ്പൊ എനിക്കത് തോന്നാം. അതിന്റെ സൗണ്ട് കൊണ്ട് എനിക്ക് ഇഷ്ടമില്ല. ഇരിക്കാനെങ്കിലും ഇഷ്ടമല്ല എനിക്ക്. എനിക്ക് അതിന്റെ സൗണ്ട് കേൾക്കുമ്പോ ദേഷ്യം വരുന്നത്. ഭയങ്കര സൗണ്ട് പഴയ ഓർമ്മയില്ല. നല്ല കാലത്ത് അല്ല ഇപ്പൊ പ്രായം ഇരിക്കാൻ ബുദ്ധിമുട്ടല്ലേ ശരിക്കും? ഇരിക്കില്ല. അയ്യോ സ്കൂട്ടർ കടക്കാർക്ക് ഇരിക്കാനല്ല എനിക്ക് ജോയങ്ങളെ വണ്ടി ആ സൗണ്ട് കേൾക്കുമ്പോ അരോചകല്ലേ? ഇഷ്ടമല്ലാണ്ടായി. പക്ഷെ വരുന്ന ആൾക്കാർക്ക് വണ്ടി നോക്കുന്ന ആൾക്കാരൊക്കെ എന്താന്ന് പറയുമോ, ഇത് കൊടുക്കണ്ടട്ടാ, അത്രയും നല്ല മാർക്കറ്റ് ഉണ്ട്. അല്ല ഇത് വണ്ടി വണ്ടി ഇഷ്ടമുള്ളവർക്ക് നല്ല താല്പര്യം. വർഷാപ്പ് പോലത്തെ ആൾക്കാരില്ലേ, അയ്യോ ഇത് കൊടുക്കല്ലേ, അത്രയും മാർക്കറ്റ് ഉണ്ടെന്നാ പറയണേ ഈ വണ്ടിക്ക്. അല്ല പിന്നെ ഈ വണ്ടി അത് ഓടിക്കാൻ ഒരു രസം, അതിന്റെ സൗണ്ട് ഇഷ്ടമുള്ളവർക്ക് അതാണ് അതിന്റെ കാര്യം. ചെറുപ്പക്കാരായ ആൾക്കാർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പൊ നമ്മുടെ അങ്കിളും ആന്റിയും ഇവരാണ് ആ മധുവിധു നാളിൽ എന്തുട്ടാ നൊസ്റ്റാൾജിയാണ് RX-100 എന്ന് പറയുന്ന ഒരു നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞത്. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ.